എല്ലാവർക്കും ആഷ്ബിക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് പഠിക്കുന്നത്, എംബ്രോയിഡറി ട്യൂട്ടോറിയൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആരി സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ആരി സ്റ്റാൻഡിലാണ് ഞാൻ വർക്ക് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഫ്രെയിമിങ് ഞാൻ ആരി സ്റ്റാൻഡിലെങ്കിലും കുറച്ച് വലുപ്പമുള്ള ഫ്രെയിമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതുപോലെ ത്രെഡ് ചുറ്റിയിരിക്കുന്നത് നമ്മളുടെ ഫ്രെയിമിന് എന്തെങ്കിലും ഒരു വിള്ളലോ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ത്രെഡ് വെച്ചിട്ട് ഫുള്ള് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഭാഗമേ ചെയ്തിട്ടുള്ളൂ, ഫുള്ള് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് പെറ്റിക്കോട്ടിനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കണ തുണിയില്ലേ, ആ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. പഠിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് ഈ ഒരു തുണിയെ. ഇതുപോലെ ഞാൻ ഫ്രെയിമിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫസ്റ്റ് വേണ്ടതെന്ന് നോക്കാം. എംബ്രോയിഡറി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യം വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഇത്രയും കാണിക്കുന്നത്. അത് നമുക്കൊരു സൂചിയുടെ കിറ്റ് വേണം. പല സൈസ് നീഡിൽസ് ഉണ്ടാവും അതിനകത്ത്. പിന്നെ നമുക്ക് കോട്ടൻ്റെ ത്രെഡാണ്, ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ടൈപ്പിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളെ. അതുപോലെ നമുക്ക് സിസർ വേണം. ഇത്രയും സംഭവമാണ് ഫസ്റ്റ് നമുക്ക് ഒരു എംബ്രോയിഡറി വർക്ക് പഠിക്കുന്നവർക്ക് ആദ്യം വേണ്ടത്. ആദ്യം നമുക്ക് ഇതുപോലെ ആങ്കർ ത്രെഡില്ലേ ഒന്നെടുത്തിട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ആരോ കണ്ടോ അതിനകത്ത്, ആ ആരോ ഉള്ള ഭാഗത്തേക്ക് പതുക്കെ ഒന്ന് ത്രെഡ് വലിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് മുകളിലൊന്നും ത്രെഡ് ചുറ്റി വരുവായിട്ട് ഒന്നും ചെയ്യത്തില്ല, കടുങ്കെട്ടൊന്നും വീഴത്തില്ല. നമുക്കിതുപോലെ ത്രെഡ് എടുത്തിട്ട് നമ്മളുടെ നീഡിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് അറ്റത്ത് 2 അറ്റം കൂടി ഞാൻ ഒരുമിച്ച് കൂട്ടി കെട്ടിയിട്ടില്ല, ഒരറ്റം മാത്രം ഒന്ന് കെട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. ആദ്യം എംബ്രോയിഡറി പഠിക്കുന്നവർക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇതുപോലെ ത്രെഡും സൂചിയും കയറ്റിയിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് പഠിക്കാം. ആദ്യം എംബ്രോയിഡറി പഠിക്കുന്നവർക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് പഠിക്കുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് 4 ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു വർക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അടുത്ത ലൈനിൽ നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയ്തുകൊണ്ട്, അതിപ്പോൾ കുറച്ച് വലുപ്പത്തിലല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ചെയ്തിടണം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ഗ്യാപ്പ് ഇടാവേ. ഇതുപോലെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പിലുള്ള സ്റ്റിച്ച് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ 2 ടൈപ്പിലുള്ള സ്റ്റിച്ചസാണ് പഠിപ്പിക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ചും വിപ്പിഡ് റണ്ണിങ് എന്ന് പറഞ്ഞ സ്റ്റിച്ചുമാണ് പഠിപ്പിക്കുന്നത്. അത് ഞാൻ ഈ കോട്ടൺ ത്രെഡ് വെച്ചിട്ടും സിൽക്ക് ത്രെഡ് വെച്ചിട്ടുമാണ് കാണിച്ചു തരുന്നത്. സിൽക്ക് ത്രെഡ് കുറേ പേർക്ക് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡ് എങ്ങനെ വളരെ ഈസിയായിട്ട് നമുക്ക് കയ്യിൽ നമുക്ക് വഴങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് പഠിക്കാമെന്നുള്ളതാണ് ഞാൻ ക്ലാസ്സിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെറുതായിട്ട് ആദ്യം ചെയ്ത് കൊടുക്കുക. എന്തായാലും നമ്മൾ പഠിക്കാൻ എടുക്കുന്ന തുണി ഈ പെറ്റിക്കോട്ടിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കുന്ന തുണി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിലാവുമ്പോൾ കുറച്ച് കട്ടിയുള്ള തുണിയാണ് അത്. അപ്പോൾ അതിലാവുമ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് ഈ സ്റ്റിച്ചസുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനൊക്കെ ഒന്ന് പറ്റുമേ. ഇതുപോലെ നമ്മൾ ചെറിയതായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വിപ്പിഡ് റണ്ണിങ്ങാണ് ചെയ്യുന്നത്. ഇതിനകത്തൂടെ തന്നെ ഇതുപോലെ തന്നെ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡില്ലേ, ആ തുടങ്ങിയ ഭാഗം, ആ ഒരു സൈഡിൽ കൂടി നീഡിലും ത്രെഡും കയറ്റിയിട്ട് നമ്മൾ ആ മുകളിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരുവേ. എന്നിട്ട് നമ്മളിനി അടുത്തത് ചെയ്യുന്നത് തന്നെ മുകളിൽ കൂടി വേണം ചെയ്യാനായിട്ട്, താഴെ കൂടെ ചെയ്യരുത്. മുകളിൽ കൂടി തന്നെ ചെയ്ത് കൊണ്ടുവരണം. ഇതുപോലെ നമ്മൾ വിപ്പിഡ് റണ്ണിങ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരു ബോർഡറായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. വിപ്പിഡ് റണ്ണിങ് 2 ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വിപ്പിഡ് റണ്ണിങ് പല കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോർഡറൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. കയ്യിലും നെക്കിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവേ. കണ്ടോ, നമ്മൾ ആ ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് നൂലെടുക്കണേന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ആദ്യം നമ്മൾ ത്രെഡ് എടുത്തിട്ട് 2 ആദ്യം ഒന്ന് എടുക്കും.
അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒരു ഭാഗത്ത് നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ട് അടുത്തത് 3 എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി എടുക്കും, 4 എടുക്കും. ഈ 4 എടുത്ത ഭാഗം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. 4 ത്രെഡായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നീഡിലിൽ കയറ്റിയിട്ട് 2 അറ്റവും കൂടി ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് വലിച്ചൊക്കെ പിടിച്ചിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് 4 നമ്മൾ എടുത്തത്, അപ്പം നമുക്ക് 8 നൂലായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ആദ്യം നമ്മൾ ചെയ്തില്ല റണ്ണിങ് സ്റ്റിച്ച്, അതുപോലെ വലുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എംബ്രോയിഡറി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലാസ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കിനി എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ക്ലാസ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനലിൽ കാണുന്നവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൻ ഉണ്ട്, ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. ഇനി നമുക്ക് അതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്തില്ലേ ചെറുതായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച്, അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തൂടെയാണ് നമ്മൾ ഈ വിപ്പിഡ് റണ്ണിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ എല്ലാ ദിവസവും മിക്ക ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ടാവുമ്പോൾ ഞാൻ ഓരോ സ്റ്റിച്ചസും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ 2 ടൈപ്പിലുള്ള ത്രെഡ് വെച്ചിട്ട്, കോട്ടൺ ത്രെഡ് വെച്ചിട്ടും സിൽക്ക് ത്രെഡ് വെച്ചിട്ടും കേട്ടോ. നമുക്കിതുപോലൊക്കെ കെട്ട് വീഴുവാണെങ്കിൽ നമ്മുടെ സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ത്രെഡ് ഒന്ന് പൊക്കി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ലെവലായിട്ട് വന്നോളൂ കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.